സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ഹംസ ഇപ്പോൾ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ചന്ദ്രിക അഴിമതി കേസുമായി ബന്ധപ്പെട്ട് EDയുടെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണം ഉണ്ടായത്. ലീഗ് നേതൃത്വം കാര്യമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ ഒരു വാദം CM ശ്രദ്ധിച്ചിരുന്നു. എനിക്കതിനെ പറ്റി യാതൊന്നും അറിയില്ല. CM രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിന്റെ ചുവട് പിടിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പറയുകയാണ്, വിമർശനം ഉന്നയിക്കുകയാണ്, BJPക്ക് ഒപ്പം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ സഹോദരനെ ആക്രമിക്കുമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പരാമർശം. ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുകയാണ്. കാരണം അവരാരാണ്, അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്, പിന്നെ 170 കോടി രൂപ എങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ BJPയുടെ കയ്യിലേക്ക് പോയി, അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹരിയാന സർക്കാർ ഇതിൽ യാതൊരു നിയമവിരുദ്ധ നടപടിയും ഇല്ല, നേരത്തെ പറഞ്ഞ ഭയങ്കര വഞ്ചന, റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഭയങ്കര വഞ്ചന അഴിമതിയൊക്കെ നടന്നിരിക്കുന്നതാണ്, പക്ഷേ ഒരു കുറ്റകരമായി ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം രാജ്യത്തിൻ്റെ മുന്നിലുള്ളതാണല്ലോ. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. അത്രയും എനിക്ക് പറയാൻ. പാർട്ടി മുന്നോട്ട് പോയത് ഇപ്പം അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ, അതിന്റെ അന്വേഷണം അതിൽ വീഡിയോ ഇല്ല, വീഡിയോ ഇല്ല എന്ന് ടീച്ചർ തന്നെ പറഞ്ഞു. നേരത്തെ മോർഫ് ചെയ്ത വീഡിയോ ഉണ്ട്. എല്ലാം മോർഫ് ചെയ്ത ചിത്രത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. ചിത്രം എന്ന് പറഞ്ഞപ്പോൾ അത് വീഡിയോ എന്ന് ചിത്രീകരിക്കേണ്ട കാര്യമില്ല, ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മോർഫ് ചെയ്ത ചിത്രം ആളെ തലവെട്ടിയിട്ട് വേറെ തലവെക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതാണ് നടന്നത്. അതല്ലേ അങ്ങനെ തന്നെ പറഞ്ഞത്. അത് ഞങ്ങൾ വിട്ടാലും ജനങ്ങൾ വിടുമെന്ന് കരുതണ്ട കേട്ടോ. കാരണം ഈ വടകരയിലെ ജനങ്ങളും വോട്ടർമാരും അതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും നടത്തിയാൽ അത്തരം ആളുകൾക്ക് രക്ഷ കിട്ടുമെന്ന് കരുതണ്ട. സാംസ്കാരിക കേരളം അതൊന്നും അംഗീകരിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിലെ സംസ്കാരത്തിനും അത് ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ വികാരം പൊതുവെ വടകരയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ, അത് സ്വാഭാവികമായിട്ട് നടക്കില്ലേ. കാസർഗോഡ് കളകര എന്ന് പറയുന്ന ഒരു പ്രദേശം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഒരു വീഡിയോ LDF സ്ഥാനാർത്ഥിയുടെ ഒഫീഷ്യൽ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവിടെ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കുറിയൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിലുള്ള ചരടൊക്കെ മുറിച്ച് പോകണം എന്ന സ്വഭാവത്തിൽ പ്രചരിക്കുന്നതാണ്. പിന്നീട് അത് സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന MLA അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രദേശങ്ങളെ പോലും പ്രയാസപ്പെടുന്ന സ്വഭാവത്തിലുള്ള വീഡിയോ വരുന്നത് ശരിയാണ്. എനിക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, എന്താണെന്ന് അന്വേഷിക്കാത്തത്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സൈബർ അതുപോലെ സൈബർ രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അതായത് മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുകയും രാജ്യപ്രകടനം നടത്തുന്ന സമയത്ത് നവമാധ്യമങ്ങൾ ശക്തമായ പ്രതികരണം. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ മാത്രമല്ല, കുറേ കാലമായിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ തമസ്കരിക്കൽ ഒരു ഭാഗത്ത്, വക്രീകരിക്കൽ വേറൊരു ഭാഗത്ത്, തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വാർത്തകൾ കൊടുക്കൽ മറ്റൊരു ഭാഗത്ത്, എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് ഈ നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ്. നവമാധ്യമ രംഗത്ത് പല പ്രവണതക്കാരുണ്ട്. ആ എല്ലാ പ്രവണതക്കാരെയും കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിൻ്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള ഒരു പറ്റം ആളുകൾ
വളരെ മേന്മയേറിയ പ്രവർത്തനമാണ് നടത്തുന്നത്. ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുകൊണ്ടാണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത്. അവർ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായ പിന്തുണയോടുകൂടി അവർ വരുന്നതിന് നന്ദിയുണ്ട് എന്നാണ് അതിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് പിന്നീടാകാം. ഇവിടെ നിർത്താം.